ദീപാവലിയുടെ പിന്നിൽ പല കഥകളുമുണ്ട്. പ്രധാനമായും നന്മയുടെ വിജയം, പ്രകാശത്തിന്റെ ഉത്സവം എന്നതാണ് അതിന്റെ ആഴത്തിലുള്ള അർത്ഥം. ഇതിൽ പ്രധാന ഐതിഹ്യങ്ങൾ 3 ആദ്യമായി ശ്രീരാമന്റെ അയോധ്യയിൽ തിരിച്ചുവരവ്, രണ്ടാമത്തത് നരകാസുരന്റെ നിഗ്രഹം, മൂന്നാമത്തത് ലക്ഷ്മി ദേവിയുടെ അവതാരണം. ഐതിഹ്യം 1. ശ്രീരാമന്റെ അയോധ്യയിൽ തിരിച്ചുവരവ്. ഒരു കാലത്ത് ലോകം മുഴുവൻ ഇരുട്ടിലായിരുന്നു. മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പേടിയും ദുഃഖവും പ്രതീക്ഷയില്ലായ്മയും നിറഞ്ഞിരുന്നു. പക്ഷേ അന്ന് അയോധ്യയിൽ നിന്നൊരു ശബ്ദമുയർന്നു: ശ്രീരാമൻ മടങ്ങിയെത്തുന്നു. രാവണനെ തോൽപ്പിച്ച് 14 വർഷത്തെ വനവാസത്തിന് ശേഷം ശ്രീരാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടെ തിരിച്ചു വരുന്നുവെന്ന്. അയോധ്യയിലെ ജനങ്ങൾ സന്തോഷത്തിന്റെ തിരമാലയിൽ മുങ്ങി. ഓരോ വീടും വിളക്കുകൾ കത്തിച്ചു, ഓരോ മനസ്സും വെളിച്ചമായി. അന്ന് ആ രാത്രിയിൽ ആകാശം പോലും പ്രകാശിച്ചു. കാരണം ആ വിളക്കുകൾ വെളിച്ചമല്ലാതെ ഒരു സന്ദേശം പറഞ്ഞു വന്നു: ഇരുട്ടിനെ ഇല്ലാതാക്കാൻ ഒരു ചെറിയ വിളക്ക് മതിയാകും. അതാണ് ദീപാവലി. ഒരു വിളക്കിന്റെ പ്രകാശം പോലെ ഓരോ ഹൃദയവും വെളിച്ചമാകുന്ന ദിനം. സത്യത്തിന്റെ, സ്നേഹത്തിന്റെ, പ്രതീക്ഷയുടെ വിജയം ആഘോഷിക്കുന്ന ദിനമാണ് ദീപാവലി. ഐതിഹ്യം 2. നരകാസുരന്റെ നിഗ്രഹം. കാലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ദുഷ്ടതയുടെ നിഴൽ വീണ കാലമായിരുന്നു അത്. നരകാസുരൻ ഭീമനായ അസുരരാജൻ. അവന്റെ ക്രൂരത കൊണ്ട് ദേവതകളും മനുഷ്യരും തളർന്നു പോയിരുന്നു. അവൻ ദേവന്മാരുടെ ഭൂമികളിൽ ഭീതിയൊരുക്കി. നിരപരാധികളായ സ്ത്രീകളെ തടവിലാക്കി. ലോകത്താകെ അന്ധകാരവും പാപവും പരത്തുകയായിരുന്നു. അപ്പോൾ ഭൂമിയും ദേവതകളും ഒരുമിച്ച് ചേർന്ന് വിനീതമായി പ്രാർത്ഥിച്ചു: പ്രഭോ കൃഷ്ണ, ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ പ്രാർത്ഥന കേട്ട് ശ്രീകൃഷ്ണൻ തന്റെ ദിവ്യശക്തിയുമായി യുദ്ധഭൂമിയിലിറങ്ങി. അവനോടൊപ്പം സത്യഭാമയും ഉണ്ടായിരുന്നു, ധൈര്യത്തിന്റെ പ്രതീകം. ദൈവിക ആയുധങ്ങളാൽ മിന്നിമറഞ്ഞ യുദ്ധം ആരംഭിച്ചു. നരകാസുരൻ തന്റെ ദുഷ്ടസേനയുമായി ക്രോധത്തോടെ മുന്നേറി. വീണ്ടും വീണ്ടും ആക്രമിച്ചെങ്കിലും കൃഷ്ണന്റെ ചക്രം മിന്നിമറഞ്ഞു. സത്യത്തിന്റെ ശക്തിയായി. അവസാന പ്രഹരത്തിൽ സുദർശന ചക്രം നരകാസുരനെ വീഴ്ത്തി. ദുഷ്ടതയുടെ അന്ത്യം. നരകാസുരൻ മരിക്കുന്നതിനു മുമ്പ് പ്രാർത്ഥിച്ചു: പ്രഭോ, എന്റെ മരണദിനം സന്തോഷത്തോടെ മനുഷ്യർ ആഘോഷിക്കട്ടെ. എന്റെ അന്ത്യം ഇരുട്ടിന്റെ അവസാനമായി ഓർക്കട്ടെ. കൃഷ്ണൻ അതിനു അനുഗ്രഹം നൽകി. അതുകൊണ്ടാണ് ആ ദിവസം മുതൽ ദീപാവലി പ്രകാശത്തിന്റെ ഉത്സവമായി നാം ആഘോഷിക്കുന്നത്. അത് വെറും യുദ്ധത്തിന്റെ കഥയല്ല, അത് സത്യത്തിന്റെ ജയഗാഥയാണ്. ഓരോ ദീപവും ആ രാത്രിയിൽ കത്തിക്കുന്നത് അവൻ തോൽപ്പിച്ച ഇരുട്ടിന്റെ ഓർമ്മയാണ്. ദീപാവലി ധർമ്മത്തിന്റെ പ്രകാശം, ദുഷ്ടതയുടെ അന്ത്യം. ഐതിഹ്യം 3. ദീപാവലി വെളിച്ചത്തിന്റെ ഉത്സവം. അന്ധകാരം മാറി പ്രകാശം നിറയുന്ന ദിനം. പക്ഷേ ഈ ദിനത്തിൽ വെറും ദീപങ്ങൾ മാത്രമല്ല കത്തുന്നത്. ഭക്തിയുടെ ദീപങ്ങളും സമ്പത്തിലെ ദേവിയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും നാം ആഹ്വാനം ചെയ്യുന്നു. പുരാണങ്ങൾ പറയുന്നു, ഒരു കാലത്ത് ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മഥനം നടത്തി അമൃതം നേടാൻ ശ്രമിച്ചു. അപ്പോൾ ആ സമുദ്രത്തിൽ നിന്ന് പുറത്തു വന്നത് മഹാസൗന്ദര്യമൂർത്തിയായ മഹാലക്ഷ്മി ദേവിയാണ്. സ്വർണാഭയമായ ദേവിയെ കണ്ടപ്പോൾ ദേവന്മാരും മനുഷ്യരും സന്തോഷത്താൽ നിറഞ്ഞു. അവൾ കൈകളിൽ കമലപ്പൂവും സ്വർണ്ണ നാണയങ്ങളും പിടിച്ചാണ് പ്രത്യക്ഷപ്പെട്ടത്. സൗഭാഗ്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായി. അന്ന് മുതൽ തന്നെ മഹാലക്ഷ്മി ദേവിയെ സമ്പത്തിന്റെയും സമാധാനത്തിന്റെയും ദേവിയായി ആരാധിക്കാൻ തുടങ്ങി. ദീപാവലി രാത്രിയിൽ പ്രത്യേകമായി മഹാലക്ഷ്മി പൂജ നടത്തുന്നത് ഈ പ്രത്യക്ഷതയുടെ ഓർമ്മയിലാണ്. ഭക്തർ വീടുകൾ ശുചിയാക്കി ദീപങ്ങൾ കത്തിക്കുന്നു. പ്രതിവാതിലിലും ദീപങ്ങൾ തെളിയിക്കുന്നു. കാരണം വിശ്വാസമുണ്ട്, അവിടെ വെളിച്ചമുണ്ടെങ്കിൽ ലക്ഷ്മി ദേവി അങ്ങോട്ട് വരുമെന്ന്. ഈ ദിനത്തിൽ നാം ദേവിയോട് പ്രാർത്ഥിക്കുന്നു: മാതാവേ, സമ്പത്ത് മാത്രമല്ല, സമാധാനം, ഭക്തി, കുടുംബ സൗഖ്യം ഇവയും ഞങ്ങൾക്ക് തരണമേ എന്ന്. അതിനാൽ ദീപാവലി വരും ആഘോഷമല്ല, അത് സൗഭാഗ്യത്തിന്റെയും ശുദ്ധിയുടെയും ഉത്സവമാണ്. ഓരോ ദീപവും തെളിയുമ്പോൾ മനസ്സിലൊരു പ്രതീക്ഷ ജനിക്കുന്നു: ലക്ഷ്മി ദേവി നമ്മുടെ ജീവിതത്തിലും വെളിച്ചം പകരട്ടെ എന്ന്.